കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെയാണ് മലയോര ഹൈവേയിൽ 500ന്റെ നോട്ടുകൾ പറന്നത്. അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ 10 അടി ഇലവുമുക്കിൽ മദീന ഹോട്ടലിന്റെ മുൻവശത്തായിരുന്നു സംഭവം. കണ്ടപാടെ ഇതുവഴി പോയ വാഹനങ്ങളെ പോലും ശ്രദ്ധിക്കാതെ നാട്ടുകാരും വാഹന യാത്രികരും ഉൾപ്പെടെയുള്ളവർ നോട്ടുകൾ റോഡിൽ നിന്നും പെറുക്കിയെടുത്തു. ഒന്നു മുതൽ 10 വരെ നോട്ടുകൾ കിട്ടിയവരുണ്ട് ഇക്കൂട്ടത്തിൽ. ഇതുവഴി പോയ ബൈക്ക് യാത്രികനാണ് ഏറ്റവും കൂടുതൽ നോട്ടുകൾ ലഭിച്ചതെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. എന്തായാലും സംഭവം ഉടൻ നാട്ടുകാർ പോലീസിൽ അറിയിച്ചു. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി. ചിലർ തങ്ങൾക്ക് ലഭിച്ച ഏതാനും നോട്ടുകൾ പോലീസിന് കൈമാറി. എന്നാൽ 10 ലക്ഷം രൂപയോളം റോഡിൽ പറന്നു എന്ന സോഷ്യൽ മീഡിയ പ്രചരണം തള്ളുകയാണ് പോലീസും ദൃക്സാക്ഷികളും. ഏകദേശ കണക്കുകൾ പ്രകാരം 15,000-ഓളം രൂപ ഉണ്ടാകുമെന്ന് സംഭവത്തിന് സാക്ഷിയായ ഹോട്ടൽ ഉടമ ഹുസൈൻ പറയുന്നു. ഇന്നലെ അതുണ്ടെങ്കിൽ ഒരു 9 മണിയാവും. അന്നേരത്തേക്ക് ഞാൻ ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇവിടെ പൈസ ഇങ്ങനെ പൊങ്ങി പറക്കുന്നു. അങ്ങനെ ഞാനവിടെ പെട്ടെന്നൊന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടികൾ ഇങ്ങനെ കറപറാന്ന് പോകുന്നുണ്ട്. പൈസ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോഡേ കൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന ആൾക്കാരെല്ലാം ഓടി വന്ന് പൈസ പറക്കുന്നു. എന്നിട്ട് തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പറക്കുന്നവരിത് പറയുന്നുണ്ട്, ഇതാണെന്നുണ്ടെങ്കിൽ അതിന് പാവങ്ങളെ പൈസ ആയിരിക്കും, ആരാലും എടുക്കുന്നവരിത് മാറ്റി വെക്കണം, ഇത് എടുത്ത് ചെലവാക്കല് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പോലീസിനെ അറിയിപ്പിച്ച് പോലീസ് വന്ന് അവർ വന്ന് കുറച്ച് പേരെ കുറച്ച് പൈസേൻ്റെ ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കടയുടെ സിറ്റി ക്യാമറ എന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ പോലീസുകാർ ആവശ്യപ്പെട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എടുത്ത് അയച്ചു കൊടുത്തു. ഉദ്ദേശം എനിക്ക് 10-15,000 രൂപ ഉദ്ദേശം വരും. ഒരു 20 രൂപയ്ക്ക് അകത്തുള്ള ഉദ്ദേശം വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരുപാട് 10 ലക്ഷമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ അത് ചുമ്മാതാണെന്ന് തോന്നുന്നു. അത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഈ പൈസ ഇങ്ങനെ പറക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ഈ വണ്ടി നിർത്തിയൊക്കെ ഒരുപാട് പേര് പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ആട്ടോയും പിന്നെ ബൈക്കിനകത്തൊക്കെ വന്നവരൊക്കെ നിർത്തി അങ്ങനെയൊക്കെ കുറച്ച് പൈസ ഉള്ളത് അവരൊക്കെ പറക്കെടുക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ അറിയുന്നില്ല കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ ഉള്ളവർ കുറച്ച് പിള്ളേർ ആൾക്കാരും ജോലിക്കാരൊക്കെ പറഞ്ഞു പോകുന്നില്ല. ഇതേ അഭിപ്രായമാണ് ഏരൂർ പോലീസിനുമുള്ളത്. 10 ലക്ഷമെന്ന് പ്രചരിച്ചതോടെ പോലീസും പുലിവാലി പിടിച്ച അവസ്ഥയിലാണ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഇതുവരെയും പണം നഷ്ടമായത് സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ MG വിനോദ് അറിയിച്ചു. നാട്ടുവാർത്ത, ഏരൂർ.